എനിക്ക് രണ്ട് കുട്ടികളാണ്. അവർ ട്വിൻസാണ്. അൽമിറ അൽഫൈസ്, മോനും മോളുമാണ്. കറവോള് ഓള് കൺമഷി ഓളക്കും വേണ്ട തക്കാളി ചൊപ്പളിച്ചുണ്ട് ചില്ലിന്റെ കൂട്ടിൽ വക്ക ഓളെ കണ്ടപ്പോ തന്നെ പിരാന്ത ഓളാ നോക്കിയ പൂതി മാറൂല കാക്കയുടെ വീടെന്ന് കണ്ട എനിക്കുള്ള കെട്ട. അവർക്ക് SMA എന്ന ഒരു രോഗമാണ്, സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയും. സ്പൈനലിന് വരുന്ന, നട്ടലിന് വരുന്ന ഒരു രോഗം. അപ്പോൾ അവർക്ക് തനിയെ ഇരിക്കുവാനോ തനിയെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനോ നടക്കുവാനോ കഴിയില്ല. ബാക്കി പഠിക്കാനും പാട്ട് പാടാനും ഒക്കെ അവർക്ക് ഓരോ കഴിവുകളുണ്ട്. അവർക്കിപ്പോൾ 8 വയസ്സായി. അവർ 1 വയസ്സിലാണ് ഇത് ഞങ്ങൾ അറിഞ്ഞത്. മോള് മുട്ടുകുത്തി നടക്കുകയും തനിയെ ചിരിക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നെയാണ് 1 വയസ്സിൽ അതെല്ലാം പുറകോട്ട് പോയിട്ട് ചെയ്യാണ്ടായത്. ഇത് എൻ്റെ മകളുടെ കുട്ടിയാണ്, പാർവതി. എൻ്റെ പേര് ഷൺഭുവൻ. ഇവൾക്ക് ജന്മന തന്നെ ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു, സംസാരശേഷി ഇല്ലായിരുന്നു. അങ്ങനെ 3 വയസ്സിനുള്ളിൽ ഇത് ഞങ്ങൾ കണ്ടുപിടിക്കുകയും ഇവളെ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് സ്പീച്ച് തെറാപ്പി ചെയ്ത് ഇപ്പോൾ കുട്ടി സംസാരിക്കും. അവർ എൻ്റെ ചിറകുകളാണ്, എൻ്റെ 2 കണ്ണുകളാണ്. അവരെ ഞാൻ പുറത്തേക്ക് അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അവർ പറയുന്നത് അതുപോലെ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. പാട്ട് പാടാനും വരയ്ക്കുവാനും എല്ലാം കഴിവുണ്ട്. അതുപോലെ അവർക്ക് പാട്ട് പാടാൻ ഒരു ടീച്ചറെ വീട്ടിൽ കൊണ്ടുവന്ന് പാട്ട് പഠിക്കുന്നുണ്ട്, ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ അവർക്ക് ഓരോ കാര്യങ്ങൾ അതിനു വേണ്ടി വാങ്ങിക്കൊടുക്കുകയും അവർക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. BRC വഴി എല്ലാ കാര്യങ്ങൾക്കും അവളെ പങ്കെടുപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്യുകയും സ്പോർട്സിൽ അടക്കം പങ്കെടുപ്പിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബർ 4-ാം തീയതി എറണാകുളത്ത് നടന്ന ഈ ഇൻക്ലൂസീവ് സ്പോർട്സിലും 400 മീറ്റർ റിലേയിൽ പങ്കെടുത്തുകയും ഒരു മൂമെൻറ്റോ കൊടുത്തു. പിന്നെ എനിക്ക് ഇങ്ങനെ ഡിസേബിലിറ്റി ആയിട്ടുള്ള മക്കളുള്ള പാരൻസിനോട് എനിക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അവർ ഒരിക്കലും അവരുടെ മക്കൾക്കൊരു കുറവുണ്ടെന്ന് വെച്ച് അവർ മാനസികമായി തളർന്നു പോവുകയോ അവർ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്താൽ ആ മക്കളും അതുപോലെ നമ്മൾ വിചാരിക്കുന്ന ആ നെഗറ്റീവ് എനർജിയെ അവർക്കും കിട്ടുള്ളൂ. അപ്പോൾ അവരും ആ വീട്ടിൽ ഒതുങ്ങിക്കൂടും, അവരുടെ മനസ്സും മാനസികമായിട്ട് തളർന്നു പോകും. കാരണം നമ്മൾ പോസിറ്റീവായി നിന്നാലാണ് അവർക്കും ഒരു പോസിറ്റീവ് നമ്മളിൽ നിന്ന് കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ കുട്ടികളെ നമ്മൾ ഇങ്ങനെ വൈകല്യമാണെന്ന് നമ്മളെ കുട്ടികളെ നമ്മൾ വിചാരിച്ചിട്ട് ഓരോരുത്തും കുട്ടികളെ മാറ്റി നിർത്തരുത്. നമ്മളെല്ലാവരും ഇപ്പോഴും പല ആൾക്കാരും കുട്ടികളെ പുറത്ത് കൊണ്ടുവരാണ്ട് ഇരുത്തുന്ന കുടുംബക്കാരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ പഴയ കുറേയൊക്കെ മാറിയാറുണ്ട്. എന്നാലും ഇപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെയുള്ള കുട്ടികളെ ഇങ്ങനെ രംഗത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുപ്പിക്കണം എന്നാണ് എനിക്കൊന്നുകൂടി പറയാനുള്ളത്. എന്നാലാണ് അവർക്കും ഒരു സന്തോഷവും ഹാപ്പിനെസ്സും കിട്ടുള്ളൂ, അതിലൂടെ നമ്മൾക്കും സന്തോഷം കിട്ടുള്ളൂ. അതുകൊണ്ട് അവരുടെ കൂടെ നമ്മളും ഇറങ്ങി അവരെ നല്ല രീതിയിൽ പുറത്തേക്കെല്ലാം ഇറക്കി അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അവരുടെ കഴിവുകൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. കാരണം ദൈവം ഒരു സുരക്ഷിതമായിട്ടുള്ള സേഫിലാണ്, ഒരു സ്ഥലത്താണ് ഇങ്ങനെയുള്ള കുട്ടികളെ ഏൽപ്പിക്കുന്നത്. അത് നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്കായിട്ട് അവരെ തന്നത് ദൈവം. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളും എന്താ പറയുക, സ്പെഷ്യലാണ്. അവർ മാത്രമല്ല സ്പെഷ്യൽ, നമ്മൾ ഓരോ പാരൻസും സ്പെഷ്യൽ ആണെന്ന് ആണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാ പാരൻസും ഇങ്ങനെ ഡിസേബിലിറ്റി ഉള്ള മക്കളെ കൊണ്ട് വീട്ടിൽ ഒതുങ്ങി കൂടരുത്, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക, പുറത്തേക്ക് ഓരോ പ്രോഗ്രാംസിൽ കഴിവുകൾ വളർത്തി ഓരോ പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക.